ജീവിതത്തിലെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ലാസിനെസ് കുറയ്ക്കാൻ, മടി കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഇത് രണ്ടും സംഭവിക്കുള്ളൂ. ജപ്പാൻ ജനത അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും മടി കുറക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 7 ടെക്നിക്കുകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ടെക്നിക്ക് കൈസൻ ആണ്. കൈസൻ എന്ന് പറഞ്ഞാൽ ദി ബ്യൂട്ടി ഓഫ് സ്മോൾ സ്റ്റെപ്സ്. ചെയ്യുവാനുള്ള സംഗതികൾ വലിയ ഗോളാക്കിയിട്ട് നിലനിർത്തി അതിൻ്റെ പുറകിൽ തന്നെ നടന്നിട്ട് ക്ഷീണിതനാവുന്നതിന് പകരം ചെറിയ ഗോളുകളാക്കിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ എന്തെല്ലാമോ ആർജിച്ചു എന്നുള്ള സമാധാനം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് ഗമിക്കുവാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് കൈസൻ, ദി ബ്യൂട്ടി ഓഫ് സ്മോൾ സ്റ്റെപ്സ്. രണ്ടാമത്തെ ടെക്നിക്ക് ഇക്കിഗായ്, ഡിസ്കവർ യുവർ പേർപ്പസ്. എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്താണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, എന്താണോ നിങ്ങളുടെ പാഷൻ, അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്തുനിന്ന് വരുന്ന മോട്ടിവേഷൻ അത് വലുതായിരിക്കും. രണ്ടാമത്തെ ടെക്നിക്ക് ഇക്കിഗായ്. മൂന്നാമത്തത് ഷോഷിൻ, എംബ്രേസ് എ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്. എന്ത് സംഗതികളും ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള അതേ ഉത്സാഹവും ഔത്സുക്യവും നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളുടെ ഉത്സാഹം വെച്ച് പുലർത്തുക. അതാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എംബ്രേസ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഷോഷിൻ എന്ന് പറയുന്നത്. നാലാമത്തത് ഗ്യാമൻ, പെർസീവറൻസ് ത്രൂ ചാലഞ്ചസ്. എന്ത് സംഗതികളിലും വെല്ലുവിളികളും തിരിച്ചടികളും ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ഗ്യാമൻ എന്ന് പറയുന്നത്, പെർസീവറൻസ് ടു ചാലഞ്ചസ്. തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും. ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുക. ആ ടെക്നിക്കിനെയാണ് ജപ്പനീസുകൾ പറയുന്നത് ഗ്യാമൻ, അല്ലെങ്കിൽ പെർസീവറൻസ് ടു ചാലഞ്ചസ്. അഞ്ചാമത്തത് ഹരഹാച്ചിബു, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും ഒരു 80% ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം നിർത്തുക. ബാക്കിയുള്ള ഭാഗങ്ങൾ വാക്കൻ്റായിട്ട് വെക്കുക, എംപ്റ്റി ആയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എനർജി കൂടുതലായിരിക്കും, എന്ത് സംഗതികളും ചെയ്യുവാനുള്ള മനസ്സുണ്ടാവും, മടിയുണ്ടാവില്ല. അതാണ് അഞ്ചാമത്തത്. ആറാമത്തത് ഷിൻറിൻ യോക്കോ, ദി ആർട്ട് ഓഫ് ഫോറസ്റ്റ് ബാത്തിങ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് മരങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സ് കുറയും, എനർജി ഉണ്ടാകും, പോസിറ്റീവ് വൈബ് ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ അധ്വാനിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലെവലേശം മടിയുണ്ടാവില്ല. അതാണ് ആറാമത്തത്. ഏഴാമത്തെ പോയിൻ്റ് ഗൻബാരോ, ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾ തുടക്കക്കാരനായി കഴിഞ്ഞാലും അനുഭവ സമ്പത്തുള്ള ആളായി കഴിഞ്ഞാലും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച കളി പുറത്തെടുക്കുക. ഏത് മേഖലയിലായിക്കഴിഞ്ഞാലും, പ്രൊഫഷണലായി കഴിഞ്ഞാലും ബിസിനസ്സായി കഴിഞ്ഞാലും ലൈഫിലായി കഴിഞ്ഞാലും നിങ്ങളുടെ ഏറ്റവും മികച്ച റോള് പുറത്തെടുക്കുക എന്നുള്ളതാണ് ഗൻബാരോ, ഡു യുവർ ബെസ്റ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നശിപ്പിക്കപ്പെട്ട രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ഏഷ്യൻ വൻകരയിലെ ഏറ്റവും മികച്ച രാജ്യമായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ജപ്പാൻ വളരെ പെട്ടെന്ന് ഉയരുകയും ചെയ്തു. അവരുടെ ഈ വിജയത്തിന് പിന്നിലുള്ള പല ഘടകങ്ങളിൽ ഒന്നാണ് ശാസ്ത്രീയമായിട്ട് അവർ പരീക്ഷിച്ച ഈ 7 ടെക്നിക്കുകൾ. നിങ്ങളുടെ മേഖലയിലും ഏതായാലും ആ മേഖലകളിലെല്ലാം ഈ പറഞ്ഞ ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ചിട്ട് വിജയിപ്പിക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയിക്കുക. ഇതേപോലത്തുള്ള കോണ്ടൻറ്റുകൾ വരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.